ഹരേ കൃഷ്ണ. എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. സർവകാരണങ്ങൾക്കും കാരണമായ ഗോവിന്ദന്റെ അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യത്തിന്റെ ഗോലോകധാമം, ആ ഗോലോകധാമത്തെ കുറിച്ച് നമുക്ക് ബ്രഹ്മസംഹിതയിലൂടെ പഠിച്ചാലോ? ബ്രഹ്മസംഹിതയിൽ 100ഓളം ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് 56 ശ്ലോകങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അതും ഭഗവാന്റെ അവതാരമായ മഹാചൈതന്യ പ്രഭു ഒരിക്കൽ തിരുവട്ടാർ ആദികേശവ പെരുമാളിനെ കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. ഭഗവാന്റെ ഗോലോകധാമവും ഭഗവാന്റെ വൃന്ദാവനവും ഭഗവാന്റെ മധുരയും എല്ലാം അങ്ങനെ നമുക്ക് എന്താണ് എന്നറിഞ്ഞിട്ട് ആ ബ്രഹ്മാവ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും സൃഷ്ടിച്ച ഭഗവാൻ നാരായണന്റെ ആദ്യത്തെ സൃഷ്ടിയായിരുന്നു ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് ആ ഭഗവാനെ സ്തുതിച്ച് വാഴ്ത്തുന്ന ആ ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കുകയാണെങ്കിൽ, നമുക്ക് ജപിക്കുകയാണെങ്കിൽ ആ കൃഷ്ണസ്വരൂപത്തെ തൊട്ടറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ. കൃഷ്ണ ഗായത്രി ജപിച്ചിട്ട് വേണം ഇത് ജപിക്കാനെന്നാണ് പറയുന്നത്. കൃഷ്ണ ഗായത്രി: ക്ലീം കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹി തന്നോനംഗ പ്രചോദയാത്. ക്ലീം കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹി തന്നോ അനംഗ പ്രചോദയാത്. തന്നോനംഗ പ്രചോദയാത്. കൃഷ്ണ ഗായത്രിയാണ്. ഇതെല്ലാവരും ഒന്നും ജപിക്കാറില്ല. പക്ഷെ ഈ ബ്രഹ്മസംഹിത ജപിക്കുമ്പോൾ കൃഷ്ണനാണല്ലോ ഗോലോകധാമത്തിൽ. നമ്മൾ ഭഗവാൻ ആദിവിരാട് പുരുഷ നാരായണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു, അതിലൊക്കെ അപ്പുറം ആ കൃഷ്ണസ്വരൂപം, ആ കിശോരഭാവത്തിലുള്ള ആ കൃഷ്ണനും രാധയും ഗോലോകധാമത്തിൽ. ഇതിനെല്ലാം മുമ്പ് തന്നെ സത്യയുഗത്തിനും ത്രേതായുഗത്തിനും ദ്വാപരയുഗത്തിനും കലിയുഗത്തിനും എല്ലാം അപ്പുറമുള്ള ഏതോ ഒരു യുഗത്തിൽ തന്നെ അവരുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ കുറിച്ചുള്ള വർണ്ണനയാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം 1. ചിന്താമണി പ്രകര സത്മസു കൽപവൃക്ഷ ലക്ഷാഭൃതേക്ഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ചിന്താമണിക്കൂട്ടത്തോടെ ഉള്ളതും, ചിന്താമണി എന്നാൽ ഒരുതരം രത്നമാണ്. നമ്മുടെ ലോകമാതാവായ മഹാത്രിപുരസുന്ദരിയായ ആ ദേവി വസിക്കുന്നത് ചിന്താമണി എന്ന ഗ്രഹത്തിലാണ്. ആ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആ ഗൃഹമായതുകൊണ്ടാണ് ചിന്താമണി എന്ന് പറയുന്നത്. അങ്ങനെ ആ ചിന്താമണികൾ കൂട്ടത്തോടെ ഉള്ളതും ലക്ഷക്കണക്കിന് കൽപ്പവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടതും സുരഭികളാൽ പാലിക്കപ്പെടുന്നതും ലക്ഷക്കണക്കിന് ലക്ഷ്മീ ദേവിമാരാൽ ബഹുമാനപൂർവം സേവിക്കപ്പെട്ടതുമായ ഗ്രഹത്തിൽ, അതായത് ഗോലോകത്തിൽ വസിക്കുന്ന ആദിപുരുഷനായ ആ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ആ ഗോലോകം എന്ന് പറയുന്നത് ചിന്താമണികൾ കൊണ്ട്, രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ആ ചിന്താമണി എന്ന രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതും, അതുപോലെ എല്ലായിടത്തും എവിടെ നോക്കിയാലും സുരഭി എന്ന പശുക്കളാണ് കാമധേനു. അതുപോലെ ലക്ഷക്കണക്കിന് ലക്ഷ്മീ ദേവിമാര്, ഗോപികമാരെല്ലാവരും ലക്ഷ്മീ ദേവിയുടെ അവതാരമാണ്. അതുപോലെ ലക്ഷക്കണക്കിന് നാരായണന്മാര്, ലക്ഷക്കണക്കിന് ഗോപീവൃന്ദങ്ങളെല്ലാം നാരായണന്മാരാണ്. അങ്ങനെയുള്ള ആ ഗോലോകധാമത്തിന്റെ നടുവിൽ അങ്ങനെ ഓടക്കുഴലൊക്കെ ഊതി ആ കിശോരഭാവത്തിലിരിക്കുന്ന ആ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. ഹരേ കൃഷ്ണ. വേണും കുണന്തമരവിന്ദദളായദാക്ഷം ബർഹാവദം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. വേണും കുണന്തമരവിന്ദദളായദാക്ഷം ബർഹാവദം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. വേണും കുണന്തമരവിന്ദദളായദാക്ഷം, വേണു വായിക്കുന്നവനും താമര ഇതൾ പോലെ നീണ്ട് ആകർഷകമായ കണ്ണുകളോട് കൂടിയവനും
മയിൽപ്പീലി ആഭരണമാക്കിയവനും നീലമേഘവർണ്ണത്താൽ സുന്ദരമായ ശരീരത്തോടു കൂടിയവനും കോടിക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യത്താൽ വിശേഷപ്പെട്ട ശോഭയാർന്നവനുമായ ആ ഗോവിന്ദനെ, ആ ആദിവിരാട് പുരുഷനായ ആ നാരായണനെ ഞാനിതാ ഭജിക്കുന്നു. ഹരേ കൃഷ്ണ. ആലോലചന്ദ്രകലസത്വനമാല്യവംശി രത്നാംഗദം പ്രണയ കേളി കലാവിലാസം ശ്യാമം ത്രിഭംഗലളിതം നിയത പ്രകാശം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആലോലചന്ദ്രകലസത്വനമാല്യവംശി രത്നാംഗദം പ്രണയ കേളി കലാവിലാസം ശ്യാമം ത്രിഭംഗലളിതം നിയത പ്രകാശം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആടിക്കൊണ്ടിരിക്കുന്നതും ചന്ദ്രിക പരത്തുന്നതുമായ പതക്കം കൊണ്ട് തിളക്കമാർന്ന വനമാല ധരിച്ചവനും പുല്ലാങ്കുഴലേന്തിയവനും വംശി അഥവാ രത്നങ്ങളാൽ അലങ്കൃതനായവനും പ്രണയക്കേളിയാകുന്ന കലയിൽ രമിക്കുന്നവനും ശ്യാമനിറത്താലും 3 വളവുകളാലും ഭംഗിയാർന്നവനും ശാശ്വതമായ പ്രകാശവുമായ ആദിപുരുഷനായ ആ ഗോവിന്ദനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു. ഭഗവാൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് നിൽക്കുന്ന നേരത്ത് ശരീരം ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്, 3 വളവുകളാണെന്നാ പറയുന്നത്. ഇങ്ങനെ കാല് ഇങ്ങനെ ഒരു കാലിൻ്റെ അപ്പുറത്തോട്ടിട്ടിട്ട് അങ്ങനെ നിൽക്കത്തില്ലേ. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിനൊരു ചെറിയ വളവുണ്ട്, അതുകൊണ്ടാണ് 3 വളവുകളുള്ളത് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ഈ പ്രത്യേകതരം അവസ്ഥയെ ത്രിഭംഗ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഒരു ശ്ലോകം കൂടി നോക്കാം. അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്ദേ പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദുജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്ദി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദുജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഏതൊരാളിൻ്റെ ഓരോ അംഗവും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ജോലി നിർവഹിക്കുവാൻ കഴിവുള്ളതും, അതായത് ഭഗവാന് മാത്രമേ നമുക്കെല്ലാ ജോലിയും കൂടെ ചെയ്യാൻ കഴിയില്ലല്ലോ. ഭഗവാന് 16,000 ഭാര്യമാരുണ്ടായിരുന്നെന്ന് പറയില്ലേ, ആ 16,000 ഭാര്യമാരുടെ അടുക്കലും ഭഗവാനുണ്ട്. ആകെ ഒരാളല്ലേ ഉള്ളൂ, അത് ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ യാതൊരാളിൻ്റെ ഓരോ അംഗവും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ജോലി നിർവഹിക്കുവാൻ കഴിവുള്ളതും, യാതൊരാൾ ലോകങ്ങളെയെല്ലാം സദാ ദർശിക്കുകയും പാലിക്കുകയും പ്രകടമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആനന്ദമയവും, അതായത് ചിത്മയം അല്ലെങ്കിൽ സത്മയം, സത്ത് ചിത്ത് ആനന്ദം, അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. സത്യവും ജ്വലിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനുമായ ആദിപുരുഷനായ ആ ഗോവിന്ദനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു. ഭഗവാന്റെ ഈ ക്ഷണ, അതായത് സങ്കല്പത്തോടു കൂടിയ ആ നോട്ടം ഉണ്ടല്ലോ, ഇങ്ങനെ ആ കടക്കണ്ണിട്ട ആ നോട്ടം ഒന്നുകൊണ്ട് തന്നെ ഈ ലോകങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കുമത്രേ. അതുപോലെ തന്നെ പരിപാലിക്കാനും സാധിക്കും. അതായത് ഭഗവാന്റെ സങ്കല്പം എന്ന ആ ഒരു വൃത്തി മാത്രം മതി ലോകങ്ങൾ സൃഷ്ടിക്കാനും പരിപാലിക്കാനും അതുപോലെ സംഹരിക്കാനും എല്ലാം. ഇപ്രകാരം ഒരു ഇന്ദ്രിയ വൃത്തിയാൽ മറ്റിന്ദ്രിയങ്ങളുടെ എല്ലാം ധർമ്മങ്ങളെ നിർവഹിക്കാൻ കഴിവുള്ളവനാകുന്ന ആ ഭഗവത് സ്വരൂപത്തെ ഞാൻ ഭജിക്കുന്നു. ഭഗവാന്റെ ഓരോ കൈകളും, ഭഗവാൻ ഒന്നും വേണ്ട, ഒന്ന് നോക്കിയാൽ മതി, ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് പോലും ഭഗവാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്ത എപ്പോഴും നല്ലതായിരിക്കണം, വാക്കുകൾ എപ്പോഴും നല്ലതായിരിക്കണം, പ്രവൃത്തിയും എപ്പോഴും നല്ലതായിരിക്കണം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ ഒരു ബ്രഹ്മസംഹിത പഠിക്കാൻ സാധിക്കട്ടെ. ഞാൻ ഹരിതീർത്ഥത്തിൽ പലവട്ടം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടേക്കാം. എല്ലാവരും പഠിക്കുക. ഹരേ കൃഷ്ണ. ആ ഗോലോകധാമത്തിലെ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.